എന്താണോ ഇവിടെ ഒരു അയൽക്കൂട്ടം? രാഹുലിനെ അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ഞാൻ ആർക്കെങ്കിലും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? വേഗം സ്ഥലം വിട്, ഇനി ഏരിയ കണ്ടുപോരുത്. അതുകൊണ്ട് നമുക്കറിയാം. അതെങ്ങനെ അറിയാം? ഞങ്ങൾ ബസ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം. അതെ മാഡം, അത് ദീപകിന്റെ വേണ്ട അല്ല നിന്ന് കാര്യം ഇരിക്കാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ല ഇരിക്കുന്നില്ലേ വേണ്ട, ചോദിക്കേണ്ടത് എന്റെ കടമയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചു. വ്യാജ പരാതിക്കാരുടെ മൈൻഡ് അറിയാം. വ്യാജ പരാതിക്കാരുടെ മൈൻഡ് എനിക്കറിയാം. അയ്യേ, ഇതാണ് നീ പറഞ്ഞ ബെസ്റ്റ് പെണ്ണ്. പുളു അടിക്കുന്നതിനും സോറി സോറി. സാധാരണക്കാർ ശ്രദ്ധിച്ചാൽ എത്ര പേരാണ് വ്യാജ പരാതി. നമ്മളെ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജ പരാതിയിൽ കുടുങ്ങിയ ആളാണ്. നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചി നിൽക്കുമ്പോ ദുബായ് വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയോട് പോലീസ് ചോദിച്ചപ്പോൾ പെൺകുട്ടി എന്ത് പറഞ്ഞറിയോ? ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. ആ പെൺകുട്ടി പറഞ്ഞാണ് ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. 11 പേർക്കെതിരെ കള്ളപ്പരാതി നിന്നിട്ടാണ് സാറ് പറഞ്ഞ ബാലേന്ദ്ര മേനോൻ സാർ കോടതിയിൽ പോയി. ഇവൻ ചണ്ടാല ഭിക്ഷയുടെ സേവകനാണ്, രക്ഷിക്കാനല്ല ഇവൻ ശിക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു ആണിനും അഭിമാനം ഉണ്ടെന്ന്. 11 പേർക്കെതിരെ, വേറൊരു പെൺകുട്ടി 14 പേർക്കെതിരെ ഫേസ്ബുക്കിൽ പരാതി ഇടുകയാണ്. ഉടനെ മീഡിയക്കാരിൽ ഓടിച്ചെല്ലുന്നു. ആദ്യം ശ്രീ സിദ്ദിഖിനെതിരെ ഒരു ആരോപണം പറഞ്ഞു, രണ്ടാമത് വേറൊന്ന് പറഞ്ഞു, മൂന്നാമത് വേറൊന്ന് പറഞ്ഞു. ഈ മീഡിയക്കാരുടെ അടക്കം നിൽക്കുമ്പോൾ ഗ്രാവിറ്റി കൂട്ടി എരിവും പുളിയും കൂട്ടി മാറി പറയാൻ എത്ര പേർക്കെതിരെ കള്ളപ്പരാതികൾ വന്നു നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ അവസാനമാണ് സാറ് പറഞ്ഞൊരു കാര്യം, ഹൈക്കോടതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞു ഈ അക്യൂസ്ഡിനും പ്രൈവസി ഉണ്ട്. ഐശ്വര്യ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു, ബസ്സിൽ കയറുമ്പോൾ തന്നെ അറിയാം ആണുങ്ങൾ കയ്യും കാലും കയറുമ്പോൾ തന്നെയല്ല അവരുടെ മൂവ്മെന്റ്സ് കാണുമ്പോൾ നിറച്ചാളുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ സുഖമുള്ളൂ. സ്വാമിയേ ഹൗസ്ഫുള്ളായിരിക്കണേ. താൻ കാണിച്ചു നിർത്തൂല. ചെളി ഉണ്ട് മുമ്പേ രണ്ടെണ്ണം ഉണ്ട്. അതൊക്കെ പെൺകുട്ടികൾക്ക് അറിയാം. അതിനകത്ത് ചെയ്യേണ്ടത് ആദ്യമൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു റെസ്പോണ്ട് ചെയ്യാൻ. വീഡിയോ എടുത്തതിൽ ഒരു തെറ്റുമില്ല. അവരുടെ അപ്രോച്ച് ശരിയല്ല. ഞാൻ പറഞ്ഞോട്ടെ, അവരുടെ അപ്രോച്ച് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണമായിരുന്നു. കൊല്ലാൻ കൊടുക്കരുത്, അതാണ് പ്രശ്നം. പരാതി പറഞ്ഞില്ല. ആ പെൺകുട്ടി കണ്ടക്ടറോട് പരാതി പറഞ്ഞില്ല. ആ പെൺകുട്ടി ഇയാളോട് പരാതിയോ ബാക്കിയുള്ളവരോടോ പരാതി പറഞ്ഞില്ല. ആരുനി ഭദ്രേ താവസകന്യേ ആശ്രമമേതെന്നു ചൊല്ലൂ, നീ ആശിപ്പതെന്തെന്നു ചൊല്ലൂ.